ആ കുഞ്ഞിനെ ചേർത്തിട്ടാണ് ഈ വൃത്തികെട്ട സ്ത്രീ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇന്ന രീതിയിൽ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. 6 മാസം തികയാതെ പ്രസവിച്ചതാണ്, ഓപ്പറേഷൻ ചെയ്ത്. എന്നിട്ട് ഇവിടെ നെഞ്ചി കിടത്തിയിട്ട് ചൂട് കൊടുത്ത് വളർത്തിയിട്ട് കുഞ്ഞാത്. ആ മോളെ എന്നെയും ചേർത്തിട്ടാണ് ഈ തരത്തിൽ പറയുമ്പോൾ ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് അവർക്കെതിരെ എനിക്ക് നീതി കിട്ടണം. എനിക്ക് ഈ പറഞ്ഞുണ്ടാക്കി എൻ്റെ ഭർത്താവാണ് ഇതിനെല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത്. എന്നെ ഈ 9 വർഷം അയാൾ കൂടെ ജീവിച്ചിട്ട് എന്നെ ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ ഈ പുള്ളിക്കാരിക്ക് വേണ്ടി എന്നെ ചെയ്തതിന് കയ്യും കണക്കും. എൻ്റെ തലമുടി വേരോടെ പിടിച്ച് പറിച്ചെടുത്തിട്ടില്ലേ, എൻ്റെ കാല് ചവിട്ടി കാലിന് ഞരമ്പ് ഉടഞ്ഞുപോയി. ആശുപത്രി കൊണ്ടുപോകുമ്പോൾ എന്നോട് പറയാം ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ബെഞ്ച് വീണെന്ന് പറയണമെന്ന്. എനിക്ക് 100% ഉറപ്പാണ് എൻ്റെ കുഞ്ഞിൻ്റെ അപ്പനാണ് അയാൾ. എനിക്ക് DNA വേണ്ട, അയാൾക്ക് വേണമെങ്കിൽ അയാൾ ചെയ്യട്ടെ, ഞാൻ തയ്യാറാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അച്ഛൻ്റെ പേരില്ലേ? പിന്നെ അതാ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിലും പേര് കൊടുത്തിരിക്കുന്നത് ജിനു ചേട്ടൻ്റെ തന്നെയാണ്. കുഞ്ഞ് ജനിച്ച് എത്ര വർഷം കുഞ്ഞിനിപ്പോൾ 11 വയസ്സായി. ഈ 11 വർഷം മുന്നേ ചേച്ചി കള്ളത്തളി ഉണ്ടാക്കി എന്തായാലും വെക്കില്ലല്ലോ. ഫസ്റ്റ് മെസ്സേജ് മോളൂസ് എന്തേ, സെക്കൻഡ് മെസ്സേജ് കാണുന്നത് എനിക്ക് പീരീഡ്സ് ആയില്ല. ഇതെന്താ എനിക്ക് പീരീഡ്സ് ആയില്ല എന്ന് ഇതാരാ നിങ്ങൾക്ക് അയച്ചു ചോദിച്ചു. അപ്പം മുതൽ പുള്ളിക്ക് വെപ്രാളം, ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇതെന്തോ പ്രശ്നം. ഏതോ ഒരു കോൾ എടുത്തിട്ട് ഒരു വട്ടം വിളിച്ചപ്പോൾ എടുത്തു. ഹലോ എന്ന് ഞാൻ മിണ്ടാതിരുന്നപ്പോൾ അവിടെ നിന്ന് ലേഡീസിൻ്റെ ശബ്ദം കേട്ടെ. അപ്പോഴാണ് എനിക്ക് പ്രശ്നം തുടങ്ങിയത്. അന്ന് എന്നോട് ഞാൻ എന്താ പറഞ്ഞാൽ, നിൻ്റെ ഭർത്താവിനെ നീ അടക്കി നിർത്തിക്കോ, ഞാൻ ഇന്ന പാർട്ടിക്കാരനാണ്, നിങ്ങൾക്കൊരു പെങ്കൊച്ചുള്ളത് കൊണ്ടാണ് ഞാൻ വെറുതെ വിടുന്നത്, അല്ല ഞാൻ വെട്ടിക്കൊന്നേനെ അവനെന്ന് പറഞ്ഞു. വീട്ടിലിരുന്നപ്പം ഞാനാണ് ടിക്ടോക്കിലെ വീഡിയോ എടുത്തു കൊടുക്കുന്ന പുള്ളിക്ക്. ഇതൊക്കെ ഇവർ ഒളിച്ചോടി പോയതിനു ശേഷമാണ് ഇവർ തമ്മിൽ ഡ്യൂറ്റ് ചെയ്തൊക്കെ ഗൾഫിൽ നിന്ന് എനിക്ക് ഓരോരുത്തർ അയച്ചിരുന്നത്. അന്നാണ് ഞാൻ അന്തം വിടുന്ന, ദൈവമേ ഈ കാമുകിക്ക് ഡ്യൂറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നോ ഞാനിത് എടുത്തു കൊടുത്തതെന്നുള്ളത്. ചേച്ചി ഇതൊന്നും കൂടെ അടിവരെ ഇട്ടെന്നോട് പറ, നീ പോയി റൂം എടുത്തോ ഞാൻ അങ്ങോട്ട് വന്നോളാം. ഈ സെന്റൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് കേൾക്കണം. ജാങ്കോ സ്പേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ കിങ്ങിണി. ഇന്ന് എൻ്റെ കൂടെയുള്ളത് തനുജ ചേച്ചിയാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണല്ലേ ചേച്ചി? അതിൻ്റെയൊക്കെ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രസ് മീറ്റ് വിളിച്ചു, പക്ഷെ എന്നിട്ടും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് തെളിവുകളൊക്കെ കാണിച്ച് തന്നെ ഇന്നങ്ങ് നേരിടാമെന്ന് വിചാരിച്ചു. ചേച്ചി, ഈ കല്യാണം, ചേച്ചിയും ജിനുചേട്ടനും തമ്മിലുള്ള കല്യാണത്തിനെ പറ്റിയിട്ട് ഒരുപാട് രീതിയിലുള്ള ആരോപണങ്ങളാണ് ജിനുചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ്റെ വീഡിയോസും ലൈവും പല രീതിയിൽ കല്യാണം കഴിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ ചേച്ചി പ്രഗ്നന്റ് ആയിരുന്നു, പിന്നെന്താ കുഞ്ഞിന്റെ DNA ടെസ്റ്റ് വേണം, അത് വിവിധ തരം രീതിയിലുള്ള ഡയലോഗുകളാണ് പറയുന്നത്. എന്താ നിങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എന്തോ ഏഷ്യാനെറ്റിന്റെ എന്തോ ഒരു പ്രോഗ്രാമിന്റെ സ്ഥലത്തുണ്ടായിരുന്ന സമയത്ത് ഷർട്ട് എന്തോ എടുത്ത് ആളുടെ ഷർട്ട് എടുത്തോണ്ട് പോയപ്പോ ഞാൻ ഗർഭിണിയായി, ഇതാണോ? അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് ഷർട്ട് എടുത്തോണ്ട് പോയി ചേച്ചി, ആള് വരത്തില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി നിർബന്ധിച്ച് വരുത്തിച്ചു. എനിക്കും കുറച്ചൊക്കെ ലോജിക്കുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ചേച്ചി എന്തായാലും തട്ടിക്കൊണ്ടുപോയതായിരിക്കില്ല ആളെ, എങ്കിലും ചോദിക്കുകയാണ്. ആനയെ അണ്ണാന്റെ വിളിപ്പ ഞാൻ ആളുടെ ഇത്രയേ ഉള്ളൂ, ആൾ എന്നെക്കാട്ട് ആ മനുഷ്യൻ ഞാൻ എടുത്തോണ്ട് വരും എന്റെ റൂമിലോട്ട്. പക്ഷെ ആളൊന്നും ഇല്ലായിരുന്നു. അയ്യോ ശരിയാ. ഓക്കെ, നമുക്ക് അതിന്റെ സത്യാവസ്ഥയിലേക്ക് വരാം. ശരിക്കും നിങ്ങൾ ഒഫീഷ്യലി കല്യാണം കഴിച്ചതാണോ? അതെ, അതൊന്നും കൂടെ തരാമോ? ഇതാണ് ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ്, എവിടെയാണെന്ന് കാണിച്ചു. അപ്പം ഇതാണ് ജിനുചേട്ടനും തനുജ ചേച്ചിയും കല്യാണം കഴിച്ചു എന്നുള്ളതിന്റെ ഒഫീഷ്യൽ മാരേജ് സർട്ടിഫിക്കറ്റ്. കല്യാണം കഴിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ അറിയില്ല എന്നൊക്കെ പറയുന്നതിനുള്ള ആദ്യത്തെ തെളിവാണിത്. ഇനി ചേച്ചി, നിങ്ങൾ ഒഫീഷ്യലി ഡിവോഴ്സ്ഡ് ആയിട്ടുണ്ടോ? ഇല്ല, ആയിട്ടില്ല. ഇതുവരെയും ഡിവോഴ്സ്ഡ് ആയിട്ടില്ല. 4 പ്രാവശ്യമൊക്കെ ഡിവോഴ്സ് ആയി എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. അത് എവിടെയാണെന്ന് എനിക്കറിയില്ല. തിരുവനന്തപുരത്ത് ജില്ലാ കുടുംബ കോടതിയിൽ ഞങ്ങളുടെ ചെലവിൻ്റെ കേസ് നടന്നു. അതിന് വിധി വന്നു. അയാളുടെ മകളല്ലെങ്കിലും ഭാര്യ അല്ലെങ്കിലും അങ്ങനെ ഒരു വിധി വരും. അതെ, തീർച്ചയായിട്ടും. കല്യാണം കഴിച്ച ഭാര്യയ്ക്കും കുട്ടിക്കും ചെലവിന് കൊടുക്കണം എന്നുള്ള ഒരു വിധി എന്തായാലും വരും. അത് വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് വന്ന് കിടപ്പുണ്ട്. അതിനുശേഷം ഇത്ര നാളായിട്ട് ആള് ചെലവിന് തന്നിട്ടുണ്ടോ? ഇല്ല, തന്നിട്ടില്ല. ഒരു മാസം പോലും തന്നിട്ടില്ല. ഈ 5 വർഷമായിട്ട് ഒരു ചെലവിന് എൻ്റെ കുട്ടിക്ക് ഒരു ഇതായിട്ട് അയാൾ പൈസ തന്നിട്ടില്ല. ഈ ചെലവ് പിന്നെ കോടതിയിൽ നിന്ന് വിധി വന്നതിൻ്റെ അതിൻ്റെ നമ്മൾ കേസ് കൊടുത്ത നാൾ മുതലുള്ള ഇപ്പോൾ ഉള്ളവരെ കാര്യങ്ങൾ ഇനിയും കോടതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊന്നും കൂടെ വരാനുണ്ട്. എന്നതിന് ശേഷം അവർ നോക്കുമല്ലോ ചെലവിന് തന്നോ ഇല്ലയെന്ന്. പിന്നെ അതിന്റെ തെളിവ് നീ എന്താ പറയാ, നമുക്ക് ചെലവിന് തരണം എന്ന് കോടതി വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര മാസം തൊട്ട് നമുക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ അതെല്ലാം കൂടി ചേർത്ത് നമുക്ക് വേറെയും പെറ്റീഷൻ ഫയൽ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പം കോടതിയിൽ കൊടുത്തേക്കുന്നത്
വക്കീൽ എന്നോട് പറഞ്ഞു ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ പറഞ്ഞു, നമ്മൾ അക്കൗണ്ട് നമ്പറൊക്കെ കൊടുക്കണമല്ലോ. അതൊക്കെ കൊടുത്തു. അപ്പം 2023 കേസ് കൊടുക്കുന്നത്, 2023, 25 അവിടെ നിന്ന് ഇവിടം വരെയുള്ള കിട്ടണമല്ലോ. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി ഇപ്പം ഇതെന്തായാലും ചേച്ചിയുടെ ഒഫീഷ്യൽ മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മൾ കണ്ടു, നിങ്ങൾ ഡിവോഴ്സ് ആയിട്ടും ഇല്ല. ജിനു ചേട്ടൻ വീണ എന്ന് പറയുന്ന ചേച്ചി അപ്പോൾ ഒഫീഷ്യലി കല്യാണം കഴിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. അവർ സിന്ദൂരം തൊടുന്ന ഫോട്ടോ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അത് അങ്ങനെ കല്യാണം കഴിച്ചവർക്ക് അല്ലെങ്കിൽ സിന്ദൂരം ചേർത്തുന്നത് നമ്മുടെ ഹിന്ദുക്കളിൽ അങ്ങനെയൊക്കെ ഇടാൻ പാടുള്ളൂ. അയാൾ വീഡിയോസിൽ പലതും പറഞ്ഞിട്ട് എൻ്റെ ഭാര്യയാണ് വീണമ്മ, എൻ്റെ ഭാര്യയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ചേച്ചി ഡിവോഴ്സ് ചെയ്തിട്ടില്ല. ചേച്ചി കുഞ്ഞിൻ്റെ കാര്യത്തിലേക്ക് വരാം. കുഞ്ഞ് ഈ പറയുന്ന പോലെ ഡിസേബിൾഡ് ആണ്, IQ-ൽ കുറച്ച് പ്രശ്നമുണ്ട്, ഡിസബിലിറ്റി ഉള്ളൊരു കുഞ്ഞാണ് നമുക്കറിയാം. അതിൻ്റെയും ചേച്ചി ചെയ്യുന്ന വീഡിയോസിന് താഴെയൊക്കെ അതല്ലാന്ന് പറഞ്ഞിട്ടും ഇല്ലെങ്കിൽ കുഞ്ഞ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചുമൊക്കെ ആൾക്കാരുടെ കമന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ അതിൻ്റെയും അത് എന്താണ്, ഞാൻ IQ ലെവൽ കുറവാന്ന് പറഞ്ഞു, അതിൽ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. എനിക്കത് കറക്റ്റ് വായിച്ചു പറയാം. കുഞ്ഞിൻ്റെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണിത്. കുഞ്ഞിന് 25% വരെ ടെമ്പററി ഡിസബിലിറ്റി ഉണ്ടെന്നാണ് കാണിക്കുന്നത്, ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, മെൻഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കുഞ്ഞിന് 4 വയസ്സുള്ളപ്പം എഴുതിയതാണ്, 4 വയസ്സ് 5 മാസം ഉള്ളപ്പോൾ കൊടുത്ത സർട്ടിഫിക്കറ്റാണ് ഇത് കുഞ്ഞിൻ്റെ. ഇത് പിന്നെ സർക്കാരിൽ നിന്ന് കിട്ടിയ തന്നെയല്ലേ? ഇത് കള്ളത്തരാണെന്നാ പറയണേ അയാളുടെ കൂടെ നിൽക്കുന്ന ലേഡി. ഇത് ചുമ്മാ ഉണ്ടാക്കിയതാണെന്ന്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് നല്ല വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ചേച്ചി ഞാൻ ചോദിക്കട്ടെ, ഡിസബിലിറ്റി ഉള്ളൊരു കുഞ്ഞ്, അതായത് സ്വന്തം മോള് എന്നുള്ളതിൽ ആ ഒരു രീതിയിൽ മാത്രമല്ലാതെ ഡിസബിലിറ്റി ഉള്ളൊരു മോളാവുമ്പോഴത്തേക്ക് കുഞ്ഞിനെ അച്ഛൻ്റെയോ അമ്മയുടെയോ സ്ഥാനത്ത് നിന്നാണെങ്കിൽ പോലും മാനസികമായി പീഡിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെയും കേസിന് പോകാൻ പറ്റുമല്ലോ. കാര്യം കുഞ്ഞിന് നമ്മൾ സന്തോഷം മാത്രം കൊടുക്കുക, ഇല്ലെങ്കിൽ അത്രയും എക്സ്ട്രാ കെയർ കൊടുക്കേണ്ട ഒരു കണ്ടീഷനാണ് കുഞ്ഞിന്റെ. അപ്പം അത് നമുക്ക് പ്രൂവ്ഡ് ആയിരിക്കുന്ന സ്ഥലത്ത് ഈ അച്ഛൻ കാരണം കുഞ്ഞ് ഒരുപാട് വിഷമിക്കുന്നില്ലേ? അപ്പൊ അങ്ങനെ ചേച്ചിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കേസ്? ഇപ്പൊ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും അതിന് ഏതൊക്കെ വഴിക്ക് പോകണം എന്നുള്ള കറക്റ്റായ വഴിയിൽ ഞാൻ എത്തിയത്. ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, അതിനെപ്പറ്റി ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾ കോമഡി എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം എന്നാണ് ഞങ്ങൾ ഓഡിയേഷന് പോവുക, ഒരു ടീമായിട്ട്. കൊട്ടിയത്തുള്ളൊരു വീട്ടിൽ നിന്നായിരുന്നു ഞങ്ങളുടെ പിന്നെ പ്രാക്ടീസ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പുള്ളി ആദ്യമായിട്ട് കാണുന്നു. അപ്പം പുള്ളിയുടെ ഒരാളുടെ ഒരു പെരുമാറ്റവും സ്വഭാവം, ആൾ നന്നായിട്ട് പാടും വരയ്ക്കും, പിന്നെ നമ്മളോടൊക്കെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പെരുമാറ്റം. അപ്പം ചില പെൺകുട്ടികൾ പാട്ട് പാടുന്ന ഒരാളെ ഇഷ്ടമായിരിക്കും. ഇതെല്ലാം കൂടെ കൂടിക്കലർന്നിട്ടുള്ള ഒരാളെ കിട്ടുക എന്ന് പറയുന്നൊരു ഒരു ഭാഗ്യം തന്നെ. എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് ഞങ്ങൾ ഓഡിയേഷന് പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ ബസ്സിലിരുന്നിട്ട് പുള്ളിയോട് ഇഷ്ടമാണെന്ന് പറയണത് എനിക്ക് വിറയ്ക്കുക പറയാൻ. അങ്ങനെ ഇഷ്ടം തോന്നിയത് എനിക്കാണ്. ഞാനത് എല്ലായിടത്തിലും തുറന്ന് പറയുന്നുണ്ട്, എനിക്കാണ് ഇഷ്ടം തോന്നിയത്. ഞാൻ പുറകെ നടന്ന് ഇഷ്ടം പിടിച്ചു മേടിക്കുക എന്നറിയില്ലേ, അതുപോലെ എടുത്തൊരാളാണ് ഞാൻ. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ ഓഡിഷൻ കഴിഞ്ഞ് ആളാളെ പാട്ടിന് പോയി. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ വിളിച്ചിട്ട് ഞാൻ അന്ന് രാത്രി തന്നെ പറഞ്ഞു, എനിക്ക് ജിനു ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എന്നെ പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടം ആണോ? അപ്പോൾ ആൾ തമാശ രീതിയിലാണ് എടുത്തത്, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. പിന്നെ ഞങ്ങൾ സെലക്റ്റായി, ആൾക്ക് വേറെ ടീമായി, എനിക്ക് വേറെ ടീമായി ഏഷ്യാനെറ്റിൽ. അങ്ങനെ വേറെ ടീമായപ്പോഴും ഞാൻ ഈ പുള്ളിയുടെ പുറകെ തന്നെ നടക്കുക. പുള്ളി മാക്സിമം ഒഴിഞ്ഞു മാറി. പിന്നെ അവിടെ എല്ലാവരും അറിയാം ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് പേര് പറഞ്ഞെടാ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറ, അല്ലെങ്കിൽ വിട്, അതിങ്ങനെ പുറകെ നടക്കുമല്ലേ, അല്ലെങ്കിൽ നീ ഞാൻ കളാന്ന് പറ. അങ്ങനെ പുറകെ നടന്ന് പിന്നെ പുള്ളിക്ക് തന്നെ തോന്നി ഇത് ഒഴിവാക്കിയാലും പോകില്ലാന്ന് തോന്നിയപ്പോൾ ആൾ പറഞ്ഞു എനിക്കിഷ്ടമാണ്, പക്ഷേ എനിക്ക് കുറച്ച് ടൈം തരണം, എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീടൊക്കെ എന്തിനാ, എനിക്ക് വീടൊന്നും വേണ്ട, എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞാലൊക്കെ ഇത്ര ദിവസം ഷൂട്ട് ഉണ്ടാവും, ഒരു 3-4-5 ദിവസമൊക്കെ റിഹേഴ്സലും ഷൂട്ടിങ്ങൊക്കെ ആയിരിക്കുമല്ലോ ചാനലൊക്കെ ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകില്ല, ഞങ്ങൾ വേറെ എവിടെയും പോയി റൂമൊക്കെ എടുത്തിട്ട് അങ്ങനെ പോയി അങ്ങനെയൊക്കെ നടന്ന് ലാസ്റ്റ് ഞങ്ങൾ ചേച്ചിയുടെ നിർബന്ധം കൊണ്ട് ചേച്ചി പിടിച്ചു വലിച്ച് ഹോട്ടൽസിലൊന്നും കൊണ്ടുപോകല്ല, അത് വ്യക്തമാക്കില്ല. ഷൂട്ടിങ് കഴിഞ്ഞ് നേരത്തെ എന്നോട് പറയും നീ പോയി റൂം എടുത്തോടെ വെച്ചത്, ഞാൻ എൻ്റെത് കഴിച്ച് ഞാൻ വന്നോളാം എന്ന് പറയുന്ന അടിവരെ ഇട്ടൊന്നോട് പറ, നീ പോയി റൂം എടുത്തോ ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന്. പുള്ളിയുടെ ഷൂട്ട് രാത്രി ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് പുള്ളി റൂമിലോട്ട് വരും. ഓക്കെ, ഇത് ഈ സെന്റൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് കേൾക്കണം. ജിനു ചേട്ടൻ്റെ ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ കാര്യം പ്രത്യേകം പറഞ്ഞതാണ്, ചേച്ചി ഹോട്ടൽ റൂമുകളിലേക്ക് ആളെ കൊണ്ടുപോകും, നിർബന്ധിച്ച് പിടിച്ച് വലിച്ചോണ്ട് പോകാന്ന് പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു ഞങ്ങളെ ദേവൂട്ടി എന്ന് പറയുന്ന കുഞ്ഞിനെ ജന്മം കൊള്ളുന്ന സ്ഥലം എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു സുഹൃത്തുണ്ട്, ചാളമേരിയുടെ ഫിഗറൊക്കെ ചെയ്യുന്ന ഒരാളാണ്, ഒരു പയ്യനാണ്. അപ്പോൾ അവൻ്റെ കല്യാണം 2012 കല്യാണം. നമ്മുടെ സ്കൂൾ തുറക്കുന്ന മാസം ഏതാ? ജൂൺ മാസം.
ജൂൺ 1-ാം തീയതി ആയിരുന്നു അവൻ്റെ കല്യാണം. അങ്ങനെ അന്ന് രാത്രി ഈ സനോജ് ചേർത്തലയുടെ ചേച്ചിയുടെ വീട്ടിലോട്ട് ഞങ്ങൾ പോകുന്നു. ചേച്ചിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയ വീട്ടിലോട്ട് ഞങ്ങൾ പോകുന്നു. ചേർത്തലയിൽ തന്നെയാണ്, കുറച്ച് ഉള്ളോട്ടുള്ള ആ വീട്ടിൽ ഞങ്ങൾ പോകുന്നു. അന്നേരം പറയാം, അമ്മയൊക്കെ അവിടെയായിരുന്നു അവൻ്റെ. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ജിനു കല്യാണം കഴിച്ച പെണ്ണാട്ടോ എന്ന് പരിചയപ്പെടുത്തിയത്. ജിനുൻ്റെ വൈഫാട്ടോ അമ്മയെന്ന്. അപ്പോൾ പുള്ളീനെ നേരത്തെ അറിയാം. അപ്പോൾ അവിടെ അന്ന് രാത്രി നിന്നു. പിറ്റേന്ന് ജൂൺ 1-ാം തീയതി ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പിരിയുന്നു. എന്നെ വന്ന് ചേർത്തലയിൽ നിന്ന് ബസ് കയറ്റി വിടുന്നു തിരുവനന്തപുരത്തോട്ട്, പുള്ളി കോട്ടയത്തോട്ടും പോകുന്നു. അന്ന് ജൂൺ കഴിഞ്ഞ് ജൂലൈ ആയപ്പോഴാണ് ഞാൻ പറയുന്നത്. ജൂൺ പകുതി ആയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഡേറ്റും ഇതായപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആയിട്ടില്ല, എന്താ ചെയ്യുക? അപ്പോൾ പറഞ്ഞു, നീ എന്തിനാടി പേടിക്കുന്നത്, എൻ്റെ കുഞ്ഞല്ലേ, ഞാൻ നിന്നെ വിളിച്ചോണ്ട് പോകില്ല, നീ എന്തിനാ എത്ര ടെൻഷനാവുന്നതെന്ന് ചോദിച്ചു. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജൂൺ കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, നീ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഇന്നത് വാങ്ങി നീ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം എനിക്ക് പേടി എന്ന് വെച്ചാൽ കഴക്കൂട്ടം ആ ഏരിയയിലൊക്കെ അമ്മ പൂക്കട നടത്തുന്നതുകൊണ്ട് ഇന്നാളെ മകളാണെന്നറിയാം. അപ്പോൾ അവിടെ പോയൊന്നും മേടിക്കാൻ പറ്റില്ല. ഞാൻ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടുത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി പുലർച്ചെ. അപ്പോൾ 2 ലൈൻ വീണു. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സങ്കടവും സന്തോഷവും ഒക്കെ കൂടെ കരച്ചിലും വന്ന് ഞാൻ പുള്ളിയെ അപ്പം തന്നെ വിളിച്ചു. പുള്ളി അന്ന് അമ്മ വീട്ടിൽ പോയേക്കുമായിരുന്നു ചീന്തലാറ്. അപ്പം ഞാൻ പറഞ്ഞു, ജനിച്ച ഇങ്ങനെ പോസിറ്റീവാണ് ആണെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. നീ എന്തിനാ കരയുന്നത്, ഞാൻ കരഞ്ഞോടെ പറയുന്നത്, നീ എന്തിനാ കരയുന്നത്, എൻ്റെ കുഞ്ഞല്ല, ഞാൻ നിന്നെ കൊണ്ടുപോവില്ലേ, ഞാനിവിടെ ജീവനോട് നിൽക്കില്ല, നീ എന്തിനാ കരയുന്നത്, എന്നാത്തിനാ കരയുന്നത്, കോട്ടയം ഭാഷ എന്നാത്തിനാടി കരയുന്നത് എന്ന് ചോദിക്കുമ്പം ഒരു പെണ്ണിന് ഇതിനപ്പുറത്തേക്ക് എന്താ വേണ്ട? അല്ലെങ്കിൽ എൻ്റെതല്ല നീ പോന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞൂടായിരുന്നോ? പുള്ളിക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ പുള്ളി എന്റേതാന്ന് പറയുന്നത്, വേണമെന്ന് പറയുന്നത്. എനിക്ക് 100% ഉറപ്പാണ്, എൻ്റെ കുഞ്ഞിൻ്റെ അപ്പനാണ് അയാൾ. എനിക്ക് DNA വേണ്ട. അയാൾക്ക് വേണമെങ്കിൽ അയാൾ ചെയ്യട്ടെ, ഞാൻ തയ്യാറാണ്. അതിനെവിടെയൊക്കെ പോകണോ ഞാൻ തയ്യാറാണ്. അയാൾ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പോകും. എന്നിട്ട് ഞങ്ങൾ ഒഫീഷ്യലി കല്യാണം കഴിക്കും. എന്നെ വീട്ടിൽ കൊണ്ടുപോയി ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസമായി. അപ്പോൾ അതിന് മുന്നേ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓരോ തിരക്കും കാര്യങ്ങളും കൊണ്ടൊന്നും നടന്നില്ല. ആളുടെ അമ്മയ്ക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, അതിന് മുന്നേ ഞാൻ ഇങ്ങനെ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് പുള്ളിയുടെ ഏറ്റവും അടുത്തൊരു ചേട്ടായിയെ പോലുള്ള ഒരാളുണ്ടായിരുന്നു, ജിജോ ചേട്ടായി, ഡാലിയ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരോട് ആദ്യം പറഞ്ഞപ്പോൾ അപ്പോൾ അവർ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ആയിട്ടാണ് വിളിച്ചോണ്ട് വരുന്നത്. ഇഷ്ടമാണ്, ഞാൻ വിളിച്ചോണ്ട് വരൂ കേട്ടോ അമ്മയെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. പിന്നീടാണ് അമ്മ വന്നപ്പോൾ നിലവിളക്കൊക്കെ തന്ന് എന്നെ സ്വീകരിച്ചു കേട്ടോ. പിന്നെ കുറച്ച് ഒരു 2 മാസമായപ്പോഴാണ് അമ്മയോട് പറയുന്നത് ഇങ്ങനെയുണ്ട്. എന്താ വെച്ചാൽ അപ്പുറത്തെ വീട്ടിൽ പോയി ഒരു വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരണം. അപ്പോൾ അമ്മയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് കരഞ്ഞു. എന്താ വെച്ചാൽ മോൻ്റെ കല്യാണം പ്രതീക്ഷ പോലെ അല്ല നടന്നത്, വിളിച്ചോണ്ട് വരിക. അപ്പോൾ അമ്മയ്ക്ക് ഉണ്ടാവില്ല, അമ്മ ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല. അപ്പോൾ പപ്പ 4-ാം മാസത്തിൽ മരിച്ചുപോയി. ആ മകനെ വീട്ടുപണിക്ക് പോയി വളർത്തി കൊണ്ടുവന്നൊക്കെ അമ്മയാണ്. അപ്പം ആ മകൻ്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സ്വപ്നമായിരുന്നു. അത് അങ്ങനെയല്ല, ഇപ്പം ഇങ്ങനെയും കൂടി ആയിട്ടാണ് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അമ്മ ഒത്തിരി കരയൊക്കെ ചെയ്തു. ഞാൻ അമ്മയുടെ കാല് പിടിച്ചു. അപ്പം പിന്നീട് അമ്മയ്ക്ക് എന്നെ ഇങ്ങോട്ട് സഹതാപം തോന്നിയെന്ന് വെച്ചാൽ ഇങ്ങനെ ആവുന്ന ഒരുപാട് കുട്ടികൾ കൊണ്ടുപോയി ഇങ്ങനെ കളയുക പോലും ചെയ്യുന്നത്. അത് തന്നെ അമ്മ ഇങ്ങോട്ട് പറഞ്ഞു. പിന്നെ അമ്മ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ അങ്ങ് പോകുമായിരുന്നു ഞങ്ങൾ. അങ്ങനെ നിങ്ങൾ കല്യാണം കഴിച്ചു. ഒക്ടോബറിൽ അതിലുണ്ടല്ലോ ഡേറ്റ്, ഒക്ടോബറിൽ എന്നാ രജിസ്റ്റർ മാരേജ് ചെയ്തതെന്നത്. അതിൽ 2013 ജിനു ഗോപി, തനൂജ CM, അതിൻ്റെ സാക്ഷികളായിട്ട് ഒപ്പിട്ട ആൾക്കാരൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ബിബിൻ, ജിബിൻ, സുബിൻ. ഫസ്റ്റ് വിറ്റ്നസ് ബിബിൻ, സെക്കൻഡ് വിറ്റ്നസ് ജിബിൻ ജോസഫ്, തേർഡ് വിറ്റ്നസ് സുബിൻ ദേവസ്യ. ഇവരൊക്കെ ചേച്ചിയുടെ ഇപ്പോൾ ഈ പ്രശ്നം കണ്ടിട്ട് എന്തെങ്കിലും ഈ വിറ്റ്നസ് ഒപ്പിട്ട ആൾക്കാരൊക്കെ ഒരാൾക്കാരും വിളിച്ചിട്ടില്ല. പക്ഷെ ഇവരൊക്കെ ഇപ്പം പുള്ളി കണക്ഷൻ ഉണ്ട്, ഇപ്പോഴത്തെ ആളുകൾ കണക്ഷൻ ഉണ്ട്. അത് അങ്ങനെയല്ലേ വരുള്ളൂ. തീർച്ചയായിട്ടും മനസ്സിലായി. അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞുണ്ടാവുന്നത്. അല്ല, ഇങ്ങനെ ആയതിനു ശേഷമാണ് എന്നെ വിളിച്ചോണ്ട് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് ഡിസംബറിൽ 2013 ഡിസംബറിൽ അതിന് മുന്നേ ഹോസ്പിറ്റലായിട്ട് എനിക്ക് ഹൈ BP ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അങ്ങനെ കുഞ്ഞിൻ്റെ അനക്കം നിന്ന് പോയി. ഇതായപ്പോഴാണ് എനിക്ക് BP കൂടും കുറയും, BP കൂടും. ലാസ്റ്റ് ഡിസംബർ 24-ാം തീയതി ക്രിസ്മസിൻ്റെ തലേന്നാണ് ഓപ്പറേഷൻ നടക്കുന്നത്. ഓക്കെ, ഇത് ഇത്രയും വ്യക്തമായി ഒരു സ്ത്രീ കഥ മുഴുവൻ പറഞ്ഞിട്ടും DNA ടെസ്റ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നിടത്താണ് എനിക്ക് എന്തായാലും DNA ടെസ്റ്റ് നടക്കട്ടെ. പക്ഷേ ഇതിനൊക്കെ സാക്ഷികളുണ്ട്. എന്താ അറിയോ, ഈ ഓരോ വീഡിയോ വരുമ്പോഴും അവിടെ വന്ന് കമൻ്റ് ഇടുന്നുണ്ട്, ഞങ്ങളുണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ ഞങ്ങൾ സാക്ഷികളാണ്, ഈ പുള്ളി അവിടെ വന്ന് അത്രയും സ്നേഹമായിട്ട് നിന്നിട്ടുണ്ട്, എല്ലാ കഥകളും ഓരോരുത്തരും വന്ന് കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഡിസംബറിലാണ് നമ്മുടെ ദേവുട്ടി കുഞ്ഞാവ ജനിക്കുന്നത്. ഈ പറഞ്ഞ ചേച്ചി കല്യാണം കഴിച്ച് ഒക്ടോബറിൽ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തു, ഡിസംബറിൽ കുഞ്ഞും ജനിച്ചു. ഈ കഥകൾ ഇത്രയും വ്യക്തമായി ചേച്ചി പറഞ്ഞ സ്ഥിതിക്കും എന്നിട്ടും അവർ DNA ടെസ്റ്റ് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അച്ഛൻ്റെ പേരില്ലേ? പിന്നെ അതാ അതിൻ്റെ പ്രൂഫും ഇവിടെയുണ്ട്.
കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിലും പേര് കൊടുത്തിരിക്കുന്നത് ജിനു ചേട്ടൻ്റെ തന്നെയാണ്. ഇത് കൂടുതൽ ഇനിയിപ്പോൾ തെളിവ് വേറെ ആവശ്യമൊന്നുമില്ലല്ലോ. കാര്യം കുഞ്ഞ് ജനിച്ച് എത്ര വർഷം കുഞ്ഞിനിപ്പോൾ 11 വയസ്സായി. ഈ 11 വർഷം മുന്നേ ചേച്ചി കള്ളത്തെളിവ് ഉണ്ടാക്കി എന്തായാലും വെക്കില്ലല്ലോ. അത് മാത്രം നമ്മൾ ചോദിച്ചാൽ പോരെ. 11 വർഷം മുന്നേ കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ട് 11 വർഷത്തിന് ശേഷം ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിപ്പോൾ കുഞ്ഞ് ജനിച്ച് ഇത്ര വർഷത്തിന് ശേഷം ചേട്ടൻ വേറെ പോകുമെന്നും അതിനുശേഷം DNA ടെസ്റ്റ് ചോദിക്കുമെന്നും ചേച്ചി കണ്ടിട്ടല്ലോ അന്നേ ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെക്കുന്നത്. ഗവൺമെന്റ് ആശുപത്രിയിലെ ഗവൺമെന്റ് ഓഫ് കേരള എന്ന് നല്ല വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. SAT ആശുപത്രിയിലാണ് കുഞ്ഞ് ജനിച്ചത്. മാതാവിൻ്റെ പേര് തനൂജ എന്നും കൊടുത്തിട്ടുണ്ട്, പിതാവിൻ്റെ പേര് ജിനു ഗോപി എന്നും വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും വർഷം മുന്നേ ചേച്ചി എന്തായാലും കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ചെങ്കിലും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും വിശ്വസിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇപ്പം ജിനു ചേട്ടനാണല്ലോ ഈ പറഞ്ഞ അഭിനയവും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഡബ്ബിംഗ് ഒന്നും ചെയ്യരുതെന്ന് ആദ്യം പറഞ്ഞിരുന്നു കല്യാണത്തിന് ശേഷം. അപ്പം ഇപ്പം ചേച്ചിക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ വരാറുണ്ടോ? അതോ? ഞാൻ ഒരുപാട് അവസരങ്ങൾ ചോദിച്ചു. പക്ഷേ പുള്ളിയുടെ കൂടെ ഉള്ള ടൈമിൽ മോള് ജനിച്ചു കഴിഞ്ഞ് മോൾക്ക് 3 വയസ്സുള്ള ടൈമിൽ പുള്ളിയുടെ കൂടെ തന്നെ ഞാൻ ചാനലിൽ പോയിട്ട് പുള്ളിയുടെ കൂടെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടിയ പൈസ ഈ പുള്ളിക്ക് എൻ്റെ ബ്രേസ്ലെറ്റും വാച്ചും ഒക്കെ മേടിച്ചും കൊടുത്തിട്ടുണ്ട്. ആ ഒരു നല്ലത് പിന്നെ ചെയ്തിട്ടില്ല. ഇപ്പൊ ചേച്ചിക്ക് അവസരങ്ങൾ വരാറുണ്ടോ? ഞാൻ പിന്നെ ഇപ്പം പുള്ളി ചെയ്യുന്ന ചാനലിൽ തന്നെ ഞാൻ ചോദിച്ചു എനിക്ക് അവസരം തരും. അപ്പം പറഞ്ഞേ ഇല്ല, ആളുള്ളതുകൊണ്ട് ഒരിക്കലും ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല. വേറെ അവരറിയുന്ന വേറെ കുറേ ആളുകൾ മറ്റുള്ള ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ആർട്ടിസ്റ്റുകൾ. അവരോട് ചോദിച്ചപ്പോൾ അയ്യോ ഇന്നാളുടെ അതെന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ആ പുള്ളിക്ക് ബന്ധം ബാക്കിയുള്ളവർക്ക് കൂടുതലായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആൾക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ചിട്ടായിരിക്കാല്ലേ. ചിലപ്പോൾ അതായിരിക്കും. ഇനിയിപ്പം ഞങ്ങളും കൂടെ മറ്റേ അത് പേര് വെച്ച് കേൾക്കേണ്ടവല്ലോ, ഇനി അവൻ എന്താ വല്ലതും പറയുമോ വെച്ചിട്ടായിരിക്കാം. പക്ഷേ ആ ആൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ അവസരങ്ങൾ അല്ലേ. വല്ലവൻ്റെ ഭാര്യയായ ഒരാളെ കൊണ്ടുവന്ന് നോക്കുന്നു, അതിൽ ആ പുള്ളിക്കാരിക്ക് ആദ്യം ഉണ്ടായ 2 മക്കൾക്ക് ചിലവിന് കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നില്ലേ. ചേച്ചി ഈ 2 വർഷം വരെ ചേച്ചി കാത്തിരുന്നിട്ട് പിന്നെ കേസ് കൊടുക്കാം, ഇനി ഇത് വരില്ല എന്ന് ചേച്ചിക്ക് മനസ്സിലായപ്പോഴാണ്? പുള്ളി പൂർണ്ണമായിട്ടും വരില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ഗർഭിണിയായപ്പോഴാണ്. ഒരിക്കലും ഗർഭിണിയായപ്പോഴാണ് ഒരിക്കലും വരില്ല, ഇനി നമ്മൾ അതിനെക്കുറിച്ച് പ്രതീക്ഷിക്കേണ്ട. അപ്പം പറഞ്ഞു കുറേ പേര് പിന്നീട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു തനുജ ചെലവിന് കൊടുക്ക്, അതെങ്കിലും കിട്ടട്ടെ. ഈ വീണ ചേച്ചിയുമായിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചിരുന്ന സമയത്ത് വേറെ എന്തെങ്കിലും വീണ ചേച്ചിയായിട്ട് പരിചയമുള്ളതായിട്ട് അങ്ങനെ എന്തെങ്കിലും ചേച്ചിക്ക് അറിയാമായിരുന്നോ? വീണ എന്ന് പറയുന്ന വ്യക്തി പുള്ളിയായിട്ട് ഈ ഒരു പ്രശ്നം പിടിക്കാൻ കാരണം, ഒരു ദിവസം ഞാൻ ഇങ്ങനെ എനിക്ക് വയറുവേനായിട്ട് എടുത്ത് കിടക്കുമായിരുന്നു. പുള്ളി ചപ്പാത്തിക്ക് ഇങ്ങനെ പരത്തി എല്ലാം ഉരുട്ടി വെച്ചോണ്ടെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഉണ്ട് മോള് TV കാണുന്നു, പുള്ളി ചപ്പാത്തി ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നു. അന്ന് ഫോൺ വീട്ടിൽ നിന്ന് ഓരോ പ്രശ്നം ഫോണൊക്കെ തല്ലിയും പൊട്ടിച്ചില്ല. അപ്പോൾ ചെറിയൊരു ഫോണുണ്ട് നോക്കിയയുടെ. അപ്പോൾ ഈ ഫോണ് പിന്നെ തയ്യൽ മെഷീൻ്റെ മേലെ വെച്ച് കാരണം അത് സൈലൻ്റ് ആയിരുന്നു. ഞാൻ ബാത്റൂമിൽ പോയി തിരിച്ച് വരുമ്പോൾ ഈ ഫോണിന് ഇങ്ങനെ ലൈറ്റ് കത്തുന്നു. അപ്പോൾ ഞാൻ എടുത്ത് ടെക്സ്റ്റ് മെസ്സേജ് വന്ന് കിടക്കുന്നു. അപ്പോൾ അതിൽ വന്ന് ഒരു മെസ്സേജ് മോളു സെന്തി, നിങ്ങൾ എൻ്റെ ഇതിന് മുന്നേ ഉള്ള ഇൻ്റർവ്യൂലൊക്കെ നോക്കണം ഇത് തന്നെയാണോ ഞാൻ പറയുന്നത്. വെച്ചാൽ ജീവിതത്തിൽ നമുക്ക് നടന്ന അനുഭവം നമുക്ക് ഒരിക്കലും മറക്കില്ല, അത് നമ്മുടെ ഇവിടെ തന്നെ കിടക്കൂലേ. അപ്പോൾ അതിൽ ഫസ്റ്റ് മെസ്സേജ് മോളു സെന്തി, സെക്കൻഡ് മെസ്സേജ് കാണുന്നത് എനിക്ക് പീരീഡ്സ് ആയില്ല. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ഈ ഇതൊക്കെ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എടുത്ത് എണ്ണി വായിച്ച് ഞാനിത് പെട്ടെന്ന് ഈ ഫോർവേഡ് അമ്മയുടെ ഫോണിലോട്ട് ചെയ്തു, ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അങ്ങോട്ട് കൊടുത്തു. ഇത് ചിലപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ പുള്ളി എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയില്ല, അപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ലാതായി പോകില്ല. അപ്പം ഞാനിത് പിന്നെയും വായിച്ച് ഞാൻ നിങ്ങളെന്താ ഫോണ് സൈലൻ്റ് ആക്കി വെച്ചേ? അതൊന്നുമില്ല. അപ്പം പുള്ളിക്ക് എപ്പോഴായി ഫോൺ കിട്ടുന്നത് ഞാൻ പറഞ്ഞില്ല, ഇതെന്താ എനിക്ക് പീരീഡ്സ് ആയില്ല എന്ന് ഇതാരാ നിങ്ങൾക്ക് അയച്ചു ചോദിച്ചു. അപ്പം മുതൽ പുള്ളിക്ക് വെപ്രാണ്, ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ഈ അയച്ച മെസ്സേജിൽ നിന്ന് ആ നമ്പറിലോട്ട് തിരിച്ച് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നത് 10 പ്രാവശ്യം വിളിച്ച് എടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ പ്രശ്നം. ഏതോ ഒരു കോൾ എടുത്തിട്ട് ഒരു വട്ടം വിളിച്ചപ്പോൾ എടുത്തു, ഹലോ എന്ന് ഞാൻ മിണ്ടാതിരുന്നപ്പോൾ അവിടെ നിന്ന് ലേഡീസിൻ്റെ ശബ്ദം കേട്ടെ. അപ്പോഴാണ് എനിക്ക് പ്രശ്നം തുടങ്ങിയത്. ഞാൻ ഇതാരാ, ഇതൊരു ലേഡീസ് എന്നൊക്കെ കഴിച്ചത് എന്താ സംഭവിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ട് പ്രശ്നം തുടങ്ങി. പുള്ളി അത് പല കള്ളത്തരമാക്കി. പുള്ളിയുടെ ഫ്രണ്ടാണ്, കൂട്ടുകാരൻ. ഞാൻ പറഞ്ഞു അയാളുടെ ഭാര്യയ്ക്ക് പീരീഡ്സ് ആയില്ല, നിങ്ങൾക്ക് എന്തിനാ നയിക്കേണ്ട കാര്യം? ഇപ്പോൾ ഒരു പെണ്ണ് എനിക്ക് അയക്കാൻ വെച്ചാൽ ഓക്കെ, ഞാനൊരു പെണ്ണാണ്, നിങ്ങൾക്ക് അയച്ചു തരേണ്ട കാര്യം എന്താ? അപ്പോൾ തന്നെ പുള്ളി അങ്ങോട്ട് തിരിച്ച് വിളിച്ച് അപ്പോൾ പുള്ളിക്കാർ വീണ്ടും എടുക്കുന്നത് പറഞ്ഞു എന്ത് ശിവദാസൻ എന്ത് ചെയ്യുന്നു? വേഗം പുള്ളിക്കാരൻ ശിവേട്ടൻ പുറത്ത് പോയതാണല്ലോ, വരുമ്പോൾ വിളിക്കാൻ പറയണം. നിങ്ങളെ ഭർത്താവ് എന്തിനാ എൻ്റെ ഭർത്താവിന് നിങ്ങൾക്ക് പീരീഡ്സ് ആയില്ലെന്ന് പറഞ്ഞയച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരെ തർക്കിക്കുക. എനിക്കറിയില്ല എൻ്റെ ഭർത്താവ് അയച്ചാൽ ഞാൻ എന്ത് ചെയ്യാനെന്നൊക്കെ വെച്ചാൽ പുള്ളിക്കാർ ഫോൺ കട്ട് ചെയ്ത് തുടങ്ങി. ഈ വീണ ചേച്ചി ഇപ്പോൾ കല്യാണം കഴിച്ചതാണ് നേരത്തെ? കല്യാണം കഴിച്ച് 2 പിള്ളേരുണ്ട്. ഇപ്പം മോൻ ഇല്ല ആയിട്ടില്ല. അവരും പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. വീണ ചേച്ചിയും പ്രേമിച്ച് കല്യാണം കഴിച്ചത്. 11 വർഷം അയാളെ കൂടെ ജീവിച്ചതിന് ശേഷമാണ് ഈ പണി കാണിച്ചത്. അത് ഡിവോഴ്സ്ഡ് ആയിട്ടില്ല? ഇല്ല ആയിട്ടില്ല. അപ്പൊ വീണ ചേച്ചിയുടെ ആദ്യ ഭർത്താവ് അയാൾ ഇപ്പോഴും ചണ്ടയും കൊട്ടി ഓട്ടോ ഓടിച്ച് അതിലൊക്കെ നടക്കുന്നുണ്ട്. ആൾ ഈ പ്രശ്നങ്ങളൊന്നും ഇടപെടുന്നില്ല? ആളൊന്നിനുമില്ല.
ആൾക്ക് പബ്ലിക്കിൽ വന്ന് പറയാനും താല്പര്യമില്ല. അയാളുടെ ആ വീണ പറയുന്നുണ്ടല്ലോ, എൻ്റെ ചേട്ടായി പറഞ്ഞു നീ ബിസിനസ് തുടങ്ങിയത് സൂപ്പറാണ്, അത് നിൻ്റെ വളർച്ച കണ്ടിട്ടാണ് അവൾക്ക് പ്രശ്നം തുടങ്ങിയത്, നീ സൂപ്പറായിട്ട് ബിസിനസ് കൊണ്ടുപോ മോളെ, നമ്മുടെ ഫോട്ടോ അല്ലേ ഫേസ്ബുക്കിലിട്ട്, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് അയാൾ പറഞ്ഞെന്ന് ഫോൺ വിളിച്ചിട്ട്. അതും ഞാൻ അയാളുടെ പെങ്ങളോട് വിളിച്ചു ചോദിച്ചു, ഇതങ്ങ് അയച്ചു കൊടുത്തു വീഡിയോസ്. അപ്പം പറയാം അവൾക്ക് പ്രാന്താന്ന് പറഞ്ഞു. സാധാ ഒരു ഫോണും കൊണ്ട് കിടക്കുന്ന അവനെങ്ങനെ ഇവളെ വീഡിയോ കാണുന്നത്, എന്നിട്ട് അവനിങ്ങനെ പറഞ്ഞു അവൾക്ക് പ്രാന്താന്ന് പറഞ്ഞു എന്നോട്. ചേച്ചി ഈ പറയുന്ന വ്യക്തിയോട് സംസാരിച്ചായിരുന്നോ? ചേച്ചി സംസാരിച്ചിട്ടുണ്ടോ? ഞാനൊരു പ്രാവശ്യം അന്ന് ഇവരെ പ്രശ്നങ്ങൾ പിടിച്ചപ്പോൾ ഞാൻ വിളിച്ചിരുന്നു ഇയാളുടെ അമ്മാവൻ്റെ വീട്ടിൽ നിന്ന്. അന്ന് എന്നോട് ഇയാൾ എന്താ പറഞ്ഞാൽ, നിൻ്റെ ഭർത്താവിനെ നീ അടക്കി നിർത്തിക്കോ, ഞാൻ ഇന്ന പാർട്ടിക്കാരനാണ്, നിങ്ങൾക്കൊരു പെങ്കൊച്ചുള്ളത് കൊണ്ടാണ് ഞാൻ വെറുതെ വിടുന്നത്, അല്ല ഞാൻ വെട്ടിക്കൊന്നേനെ അവനെന്ന് പറഞ്ഞു. ആ പറഞ്ഞ ആൾക്ക് ഇപ്പോഴെന്തേ അത് ചെയ്യാൻ തോന്നുന്നു? അതിനകത്ത് മറുപടി ഒന്നും ഇല്ല. ഈ വീണ ചേച്ചിയും ജിനു ചേട്ടനും എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ആർട്ടിസ്റ്റ് ആണോ, അങ്ങനെ എന്തെങ്കിലും ആണോ? പുള്ളിക്കാരി ആർട്ടിസ്റ്റ് ഒന്നുമല്ല. പുള്ളിയെ പരിചയപ്പെടുന്നത് എന്താ ടിക്ടോക്ക് വഴിയും കണ്ട, ടിക്ടോക്ക് വഴിയാണ് എന്നവർ പറയുന്നത്. പക്ഷേ ഇതല്ല, ഈ സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ വീടിനടുത്ത് മഹേഷ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അവൻ ഇതുപോലെ വേറെ കല്യാണം കഴിഞ്ഞൊരു പെണ്ണുമായിട്ട് 2 കുട്ടികളുടെ പെണ്ണുമായിട്ട് പ്രേമത്തിലായിരുന്നു. അപ്പോൾ അവനിങ്ങനെ അവളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പുള്ളി ജിനു അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ വീണയും എന്നാ ഈ പുള്ളിക്കാരിയുടെ അടുത്തുണ്ടായിരുന്നു പോലും, റീമ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, എടി എൻ്റെ അടുത്തുള്ളത് ഇന്ന കോമഡി ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അയ്യോ ആണോ, എന്നാൽ അയാൾ ആരാധിക്കുന്ന ഒരുത്തി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കൂട്ടുകാരി ഈ പുള്ളിക്കാരിക്ക് ഫോൺ കൊടുത്തു. അങ്ങനെ ഇവർ സംസാരിച്ചു, ഇവർ തമ്മിൽ ഭയങ്കര സൗഹൃദത്തിലാവുന്നു. അന്ന് ടിക്ടോക്ക് ഉണ്ടായിരുന്നു. ടിക്ടോക്ക് ഉണ്ടെന്ന് പറയുന്നത് ഏതാണ് ഇതെന്നൊക്കെ ചോദിച്ച് ഐഡിയ ഒക്കെ ചോദിച്ച് ഇവർ പരിചയപ്പെടുന്നു. എന്നിട്ട് ഫേസ്ബുക്കിലേക്കാണ് ഇവർ തമ്മിൽ ചാറ്റിങ് ഇതൊക്കെ തുടങ്ങി പോലും. പിന്നെ വീട്ടിലിരുന്നപ്പം ഞാനാണ് ടിക്ടോക്കിലെ വീഡിയോ എടുത്തു കൊടുക്കുന്ന പുള്ളിക്ക്. കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ട് ഒരു നാളുണ്ടോ, ആ പാട്ടൊക്കെ ഞാൻ എടുത്തു കൊടുക്കുക. പുള്ളി മേക്കപ്പ് ചെയ്യുന്നു, ഞാൻ വീഡിയോ എടുത്തു കൊടുക്കുന്നു. ഇതൊക്കെ ഇവർ ഒളിച്ചോടി പോയതിനു ശേഷമാണ് ഇവർ തമ്മിൽ ഡ്യൂറ്റ് ചെയ്തൊക്കെ ഗൾഫിൽ നിന്ന് എനിക്ക് ഓരോരുത്തർ അയച്ചു തരുന്നത്. അന്നാണ് ഞാൻ അന്തം വിടുന്നത്. ദൈവമേ, ഈ കാമുകിക്ക് ഡ്യൂറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നോ ഞാനിത് എടുത്തു കൊടുത്തതെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ അവസ്ഥ എന്താ പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കേൾക്കുമ്പോൾ സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി എന്താ പറയേണ്ടതെന്ന്. ഓക്കെ, അത് വിട്. ചേച്ചി പിടിച്ചും കൂടെ പറയാം. ഇവരുടെ ഫോട്ടോസ് പുള്ളി പ്രോഗ്രാമിന് പോകാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോവുക. അപ്പോൾ ഒരു ദിവസം എന്നോട് ചോദിക്കുന്നേടി പിന്നെ ഞാൻ കറുത്തു പോയില്ലേ, എനിക്കൊരു വെളുക്കാനുള്ള എന്തെങ്കിലും തേച്ചിടോ. അപ്പം ഞാൻ തക്കാളി മുറിച്ചിട്ട് പഞ്ചസാര ഇട്ട് മുഖം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് മുഖമൊക്കെ വെളുപ്പിച്ച് കൊടുത്തിട്ട് പുള്ളി പോവുക പ്രോഗ്രാമിന്. ഡ്രസ്സൊക്കെ എടുത്തിട്ട് നാളെ വരുള്ളേ, ഇന്നേ വരുള്ളൂ എന്ന് പറഞ്ഞ് പോവുക. ഇത് എനിക്ക് അറിയുന്നില്ല ഇത് എവിടേക്കാണ് പോകുന്നത്. പ്രോഗ്രാമിന് ഇനിയാണല്ലോ പോകുന്നത്, നമ്മൾ ഇതാക്കേണ്ട കാര്യമില്ലല്ലോ. പുള്ളിയുടെ ഫോട്ടോസ്, ഹോട്ടൽ റൂം കിടന്നിട്ടുള്ള ഫോട്ടോസ് എനിക്ക് ഈ റീന എന്ന് പറഞ്ഞ പെൺകുട്ടി എന്നെ നേരിട്ട് വന്ന് കണ്ടിട്ട് ഇവർ തമ്മിൽ എന്തോ പ്രശ്നമായി തെറ്റിയതൊന്നും അല്ല. ഈ ഫോട്ടോസ് എന്നെ കാണിക്കുമ്പോൾ ഞാൻ പബ്ലിക്കിൽ എല്ലാവരെയും കാണിച്ച് പുള്ളിയെ നാണം കെടുത്തു. അപ്പോൾ പുള്ളി അങ്ങ് നേരിട്ട് കിട്ടുന്ന പുള്ളിക്കാരി വിചാരിച്ചു. പുള്ളിക്കാരി റീനയ്ക്ക് അയച്ചു കൊടുത്തിട്ട് റീന എനിക്ക് കൊണ്ടുവന്ന് തരും, എൻ്റെ വാട്സപ്പിലോട്ട് അയച്ചു തരാം. എന്നോട് പറഞ്ഞു, ചേച്ചി ഇപ്പം ഞങ്ങളടുത്ത് നോക്കരുത് ചേച്ചി, വീട്ടിൽ പോയിട്ട് നോക്കാവും ചേച്ചിക്ക് ഇത് ഷോക്ക് വരും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് മനസ്സിലാവുന്നില്ല. എന്താ ഞാൻ വെച്ച് ജസ്റ്റ് ഒന്ന് നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെയാണ്. എനിക്ക് വീട്ടിൽ പോകാനുള്ള ഇതായില്ല. ഞാൻ അമ്മയുടെ അടുത്ത് കടയിൽ പോയിരുന്നിട്ട് ഞാനത് ഓപ്പൺ ചെയ്ത് കാണുക. ഞാൻ അവിടെ ഇരുന്ന് കരയുമായിരുന്നു. ഇവർ ഹോട്ടൽ മുറിയിൽ കെട്ടിപ്പിടിച്ചിട്ട് നൈറ്റിയൊക്കെ ഇട്ടിട്ട് പുള്ളിയുടെ അവിടേക്ക് തോളിൽ ഇങ്ങനെ ചാരി കിടന്നിട്ട് ഫോട്ടോസ്, അല്ലാതെ ബെഡ്റൂമിൽ നിന്നിട്ടുള്ള അങ്ങനെ ഒരു 10 ഫോട്ടോസ് എനിക്ക് തന്നേക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ അലറി കരയും അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ അമ്മയുടെ കടയിൽ നിന്ന്. ഒന്ന് ആലോചിച്ച്, നമ്മുടെ കൂടെ 9 വർഷം കൂടി ജീവിച്ച ഭർത്താവ് മറ്റൊരുത്തൻ്റെ ഭാര്യയായിട്ട് പോയി കിടന്നിട്ട് ഞാൻ എന്നിട്ട് ഇത് സഹിച്ചെൻ്റെ കൈ വെച്ചിട്ട് പുള്ളിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2 കൂട്ടുകാരന്മാരെ ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്. അവർ പറയേ ജിനു കള്ളുകൂടിയാണെന്ന് നീ പറഞ്ഞോ, പക്ഷേ ഒരിക്കലും അങ്ങനത്തേലും ഞങ്ങൾ വിശ്വസിക്കില്ല. ഞാൻ ശരി, വാട്സപ്പിൽ ഞാനൊരു സാധനം അയച്ചു തരാം, ഒന്ന് കണ്ടോക്കാൻ പറഞ്ഞു. അയച്ചു കൊടുത്തു. ഫോട്ടോ കണ്ടപ്പോൾ അവർക്ക് പിന്നെ മറുപടിയില്ല പറയാൻ. അവരാണ് ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല താനോ. പക്ഷെ അവർ ശ്രമിച്ചു നോക്കി, എടാ നീ അത് വിട്ടിട്ട് വാ. പുള്ളിക്ക് അവളെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്നെ ഉപദ്രവിക്കലൊക്കെ. എന്നെ ഈ 9 വർഷം അയാൾ കൂടെ ജീവിച്ചിട്ട് എന്നെ ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ ഈ പുള്ളിക്കാരിക്ക് വേണ്ടി എന്നെ ചെയ്തതിന് കയ്യും കണക്കൂല. പിന്നെ എന്നെ എന്തോ ഒരിട്ട് അടിച്ചിട്ടുണ്ട്. എൻ്റെ തലമുടി വേരോടെ പിടിച്ച് പറിച്ചെടുത്തിട്ടില്ലേ. അതിനുശേഷം എനിക്ക് തലവേദന, എത്ര മാസം തലവേദന ഉണ്ടായിരുന്നു. എൻ്റെ കാല് ചവിട്ടി, ഭയങ്കര വലിയ പെരുങ്കാലാണ്, ആ കാല് വെച്ച് അയാളുടെ തറവാട്ട് വീട്ടിൽ നിന്നാണ് എന്നെ ചവിട്ടി കാലിൽ ഞരമ്പ് ഉടഞ്ഞുപോയി. എന്നിട്ട് നീര് വെച്ചിട്ട് അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞ് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നിട്ട് ആശുപത്രി കൊണ്ടുപോകുമ്പോൾ എന്നോട് പറയാം, കോട്ടയം ജില്ലാ ആശുപത്രിയാണ് കൊണ്ടുപോകുന്നത്. എന്നോട് കാറിൽ നിന്ന് ക്ലാസ് എടുത്ത് തരുമോ, ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ബെഞ്ച് വീണെന്ന് പറയണമെന്ന്.
ഡോക്ടർമാർക്ക് കാല് കാണുമ്പോൾ അറിയില്ലേ ബെഞ്ച് വീണതാണോ ഇതെന്താ പറ്റിയെന്നുള്ളത്. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല. ഇതും ആളുടെ ഒരു വീഡിയോ ആണ്. ഈ സ്ത്രീയെ ഞാൻ 2012 ഏഷ്യാനെറ്റില് കോമഡി ഈ വീഡിയോ ഇങ്ങനെ പറഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്ക് വീണ ചേച്ചിയും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ വിഷ്വലും കാണിക്കുന്നുണ്ട്. അതിൽ പ്രശാന്ത് എന്ന് പറഞ്ഞിട്ട് ഒരാളെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതായത് ചേച്ചിയുടെ വീണ്ടും ഒന്നും തോന്നരുത് കേട്ടോ, അവർ പറയുന്ന വാക്കുകളെയും അതേപോലെ ഉപയോഗിക്കുകയാണ്. ചേച്ചിയുടെ ഒരു അവിഹിത ബന്ധമോ ഇല്ലെങ്കിൽ ചേച്ചിയുടെ മറ്റൊരു ഭർത്താവ് എന്നുള്ള രണ്ട് രീതിയിലും പറയുന്നുണ്ട്. അങ്ങനെയാണെന്നാണ് പറയുന്നത്. എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് പ്രശാന്ത് എന്ന് പറയുന്നു. ഇവര് തെളിവ് സഹിതം കാണിച്ചു തരാന്ന് പറഞ്ഞ് വീണ ചേച്ചിയും ജിൻചേട്ടനും കൂടെ അവരുടെ വീട്ടിൽ പോകുന്ന ഒരു സീക്വൻസും കാത്തു കെട്ടിയിരുന്നു. അപ്പൊ അതിനകത്ത് വീണ ചേച്ചി പറഞ്ഞത്, വീണ ചേച്ചി 6 മാസമുള്ള കുഞ്ഞോ, അത് 6 മാസം പ്രഗ്നന്റ് ആണെന്നാണോ കുഞ്ഞിന് 6 മാസം ആയി എന്നാണോ പറയുന്നത് അറിഞ്ഞൂടാ. ഈ അവസ്ഥയിൽ ഞാൻ പ്രശാന്ത് വരുന്നത് വരെ കാത്തിരിക്കുകയാണ് ഇവിടെ. 6 മാസം കുഞ്ഞാണെന്ന് തോന്നുന്നു. കുഞ്ഞിന് 6 മാസമാണെന്ന് തോന്നുന്നു. കുഞ്ഞിനെ കൊണ്ടാന്ന് തോന്നുന്നു. അപ്പൊ ഇത്രയും നേരം ഞാൻ കാത്തിരിക്കുകയാണ് പ്രശാന്ത് വരാൻ വേണ്ടി. പ്രായമായുള്ള അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ അറിയണം, തനുജയുടെ മറ്റൊരു മുഖം ഈ ബന്ധത്തോടെ ഉണ്ടായിട്ടാണ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നതല്ല. അപ്പം എന്താണ് പ്രശാന്തിനെ പറ്റി പറയുന്നത്? ആരാണ് പ്രശാന്ത്? പ്രശാന്ത് എന്ന് പറയുന്നത് പ്രമോദ് എന്ന് പറയുന്ന ആളുടെ അനിയനാണ്. എനിക്ക് ഈ പ്രമോദ് എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ചേട്ടായി ഞങ്ങളുടെ വീഡിയോസും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടാണ് പുള്ളി മെസ്സേജ് അയക്കുന്നത്. കോട്ടയംകാരനാണ് എന്നപ്പം ഞാൻ പറഞ്ഞു കോട്ടയംകാരൊക്കെ എനിക്ക് വെറുപ്പാണ്. എൻ്റെ ജീവിതം തുലച്ചൊരു കോട്ടയംകാരനാണ് എൻ്റെ മോളുടെ അപ്പൻ. അതൊക്കെ ഞാൻ കണ്ടായിരുന്നടോ, ഞങ്ങൾ നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഇന്ന നാട്ടിലെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തനിക്ക് എന്തെങ്കിലും വേറെ ജോലിയാണ്. ഞാൻ പറഞ്ഞു ഞാൻ ആർട്ടിസ്റ്റ് ആയിരുന്നു, വേറെ ഇപ്പോൾ ജോലിയൊന്നും എനിക്കില്ല, വേറെ വരുമാനമില്ല. അപ്പോൾ പറഞ്ഞു എനിക്ക് പ്രായമുള്ളൊരു അച്ഛനും അമ്മയുണ്ട്, എൻ്റെ അനിയൻ്റെ കുഞ്ഞുമുണ്ട്, അവരിന്ന് വാടക വീട്ടിലാണ്. അവിടെ പോയി നിൽക്കുകയെന്ന് വെച്ചാൽ തനിക്ക് തൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. കുഞ്ഞിനെ അവിടേക്ക് സ്കൂളിലേക്ക് ചേർത്തുകയും ചെയ്യാം. അപ്പോൾ ഈ വാടക ഇല്ലാതെ ഇവിടെ ഇങ്ങനെ കഴിയുണ്ടല്ലോ, അപ്പോൾ തനിക്ക് എങ്ങനെയാണെന്ന് താനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ആ വീട്ടിൽ ചേച്ചിക്ക് ഒരു ജോലിക്കാരി എന്നുള്ളൊരു നിലയ്ക്ക് കുഞ്ഞിനെ പഠിക്കാനും ചേച്ചിക്ക് വാടക കൊടുക്കാതെ താമസിക്കും. അവിടുത്തെ അമ്മ പ്രായം വയ്യാതെ ഇരിക്കുന്ന അവരെ നോക്കുകയും കൂടെ ചെയ്യാം. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കറിയില്ല, നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് എനിക്കൊരു ഇത് വരുമാനവും തരുന്നില്ല, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് അവർ തന്നപ്പോൾ നമുക്കൊരു കയറി കിടക്കാനൊരു ഇടം പട്ടിണി ഇല്ലാതെ പോവാം. ആ ഒരു അവസരം തന്നപ്പോൾ ഞാൻ എൻ്റെ മകളെയും കൊണ്ട് അവിടേക്ക് പോയി. അവിടെ ആദ്യം പോയി, പിന്നീട് വീട്ടു സാധനങ്ങൾ ആ വാടക വീട്ടിൽ നിന്ന് മാറ്റി കൊടുക്കുന്നു. വാടക കൊടുത്തോണ്ടിരിക്കണ്ടേ. ഞാൻ ചെന്നപ്പോൾ അവിടെ ആകെ സാധനങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അമ്മേ എൻ്റെ സാധനങ്ങളൊക്കെ ആ വാടക വീട്ടിലുണ്ട്, അപ്പം ഒന്ന് അങ്ങോട്ട് കൊണ്ടുവരും തന്നെ എല്ലാം കെട്ടി വലിച്ച് അവിടെ കൊണ്ടുപോയി. അവിടെ നിന്ന് മോളെ സ്കൂളൊക്കെ ചേർത്തി. മക്കൾ രണ്ടുപേരും ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ മോനും അമ്മ ഇല്ലാത്തൊരു കുട്ടിയല്ലേ. അപ്പോൾ ഞാൻ ആ വീട്ടിൽ നിന്ന് അവരെനിക്ക് ഇത്രയും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ തരുമ്പം കുഞ്ഞുങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ എനിക്ക് ആ മോനെ വഴക്ക് പറയാൻ പറ്റൂലല്ലോ, എൻ്റെ മോളയിൽ എനിക്ക് വഴക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്കൊരു കയറി കിടക്കാൻ ഒരിടവും ഭക്ഷണവും കാര്യങ്ങളൊക്കെ തരുമ്പം എനിക്ക് എൻ്റെ മോളെ ഇതാക്കിയിട്ട് നന്നാക്കി പറഞ്ഞിട്ട് മോനെ ആ കുഞ്ഞിനെ വഴക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ദൈവനെ വഴക്ക് പറയല്ലോ, നിങ്ങളിങ്ങനെ ദൈവം വരുള്ളൂ. അപ്പോൾ ദൈവട്ടിക്ക് അതൊക്കെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 മാസം നിന്നിട്ടുള്ളൂ കേട്ടോ അവിടെ. 2 മാസം നിന്നിട്ടുള്ളൂ. മോളുടെ TC മേടിച്ച്, മോള് LKG മുതൽ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് TC മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ പോകുന്നു. 2 മാസം അവിടെ നിൽക്കുന്നു. പിന്നീട് അവിടെ നിന്ന് വീണ്ടും ഞാൻ തിരിച്ചെൻ്റെ നാട്ടിലോട്ട് പോകുന്നു. ഈ 2 മാസത്തിനിടയ്ക്കാണ് ഈ പ്രശാന്തിൻ്റെ കാമുകിയാണ് ഞാൻ. അയാളിലൂടെ എനിക്കൊരു കുഞ്ഞുണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അബോർഷൻ ചെയ്തു. ഈ വായിലെ നാവോണ്ട് എന്തും പറയാം, തെളിവ് കാണിക്കണ്ടേ? ഇതിനൊന്നും പ്രൂഫില്ല. ഇവർ പറയുകയാണ്. ഈ വീഡിയോയ്ക്കകത്തും പ്രശാന്ത് ഒരുപാട് വട്ടം വന്ന് പറയുന്നുണ്ട് എനിക്ക് അവരുമായിട്ട് ബന്ധമൊന്നും ഇല്ല, എനിക്ക് അവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു. ഒരു ചേട്ടൻ പറയുന്നുണ്ട്. ചേച്ചി അല്ലാതെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ആത്മഹത്യ ചെയ്യണം അല്ലാതെ ചേച്ചിയായിട്ട് ബോധത്തോടെ തീരുമാനം എടുക്കുക ചെയ്തിട്ടില്ല. ഇല്ല. കുഞ്ഞിനെ വേണ്ടിയിട്ട് എൻ്റെ മകളെ ഞാൻ സ്നേഹിച്ചു തുടങ്ങി. അത് പറയുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ വല്ലാത്തൊരു വിഷമം വരും. എൻ്റെ മകളെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയത് പുള്ളി എന്നെ ഉപേക്ഷിച്ച് പോയി. ഞാൻ ആത്മഹത്യയെ ശ്രമിച്ചായിരുന്നു. അന്ന് പുള്ളി പോയ ടൈമിൽ ഒരു ദിവസം തൂങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ മോളെ വളർത്തും, എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോള് ചാടി എഴുന്നിട്ട് എന്നെ പിടിച്ചു. അമ്മയെന്ന് ചോദിച്ച് എന്നെ പിടിച്ചപ്പം എനിക്ക് അന്ന് മനസ്സിലായി എനിക്ക് എൻ്റെ മോളെ ഉണ്ടാവുള്ളൂ, വേറെ ഒരാളും കാണില്ല. തൊട്ടടുത്ത് എൻ്റെ അമ്മ അനിയനുണ്ട്, അവർ പോലും ഞങ്ങൾ ഭക്ഷണം കഴിച്ചു എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ അവർക്കും ഒരു ബാധ്യത ഏൽക്കുന്നതിനൊരിതില്ലേ. മാക്സിമം ഞാൻ അമ്മയുടെ അടുത്ത് ഊറ്റി സത്യം പറയുന്നത് ഇന്നവരെ എന്നെ കൊണ്ട് അവർക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല. അവരെ മാക്സിമം ഊറ്റി വലിച്ചിട്ടേ ഉള്ളൂ. ഈ ഒരു കല്യാണം അയാളെ കഴിച്ചത് കാരണം എത്രയോ വട്ടം വാടക കൊടുക്കാൻ അമ്മ പൈസ തന്നിട്ടുണ്ട്, എല്ലാം കൊണ്ടു. അപ്പോൾ അവർക്ക് പോലും ഞാൻ അങ്ങോട്ട് പോയിട്ട് ഉപദ്രവമാവരുത്. ഇനി ഈ മോളെ ഞാൻ അന്നേരം എൻ്റെ മോളെ ഞാൻ ആ ടൈമിൽ എൻ്റെ നെഞ്ചോട് ചേർന്ന് ഞാൻ സ്നേഹിക്കുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ
ചെയ്യാൻ നോക്കില്ല അല്ലേ. ഞാനത് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ മോൾ എന്നെ ചേർത്ത് എൻ്റെ കാല് പിടിച്ചിട്ട് കരഞ്ഞു. അപ്പോഴെനിക്ക് ബോധം വന്നത്, ദൈവമേ എനിക്ക് കുഞ്ഞുണ്ടല്ലോ. ആ ഒരു ടൈം മുതൽ എനിക്ക് എൻ്റെ മോളെന്ന് പറയുന്നത് എൻ്റെ ജീവനാണ്. അവൾ ഒരു മിനിറ്റ് മാറി എനിക്ക് ശ്വാസം കിട്ടില്ല. ആ കുഞ്ഞിനെ ചേർത്തിട്ടാണ് ഈ വൃത്തികെട്ട സ്ത്രീ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇന്ന രീതിയിൽ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. 6 മാസം തികയാതെ പ്രസവിച്ചതാണ്, ഓപ്പറേഷൻ ചെയ്ത്. എന്നിട്ട് ഇവിടെ നെഞ്ചി കിടത്തിയിട്ട് ചൂട് കൊടുത്ത് വളർത്തിയിട്ട് കുഞ്ഞാത്. ആ മോളെ എന്നെ ചേർത്തിട്ടാണ്. ഈ തരത്തിൽ പറയുമ്പോൾ ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് അവർക്കെതിരെ എനിക്ക് നീതി കിട്ടണം. എനിക്ക് ഈ പറഞ്ഞുണ്ടാക്കി എൻ്റെ ഭർത്താവാണ് ഇതിനെല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത്. ഇയാൾ എന്തിനാണ്, ഞാൻ എന്ത് ദ്രോഹം അയാളോട് ചെയ്തത്? ഞങ്ങളെ ജീവിക്കാൻ വിടാത്തത് എന്താണ്? എനിക്കിതിന് നീതി കിട്ടണം. അയാൾ അറിഞ്ഞുകൊണ്ടാണ് ഈ പരിപാടി എല്ലാം ചെയ്യുന്നത്. അയാൾ പറയണത് എൻ്റെ കുഞ്ഞാണ്, ആ കുഞ്ഞിനെ വെറുതെ വിട്, നിങ്ങൾ അവളെക്കുറിച്ച് എന്നെ എന്തും പറഞ്ഞോട്ടെ. ഞാൻ എന്തുമാത്രം പേര് കേട്ടിട്ടുണ്ട്. ഞാൻ മോശപ്പെട്ടൊരു സ്ത്രീയാണ്, ഞാൻ ജിനുവിനെ മയക്കി ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയവളാണ്, ഞാൻ ഉണ്ടച്ചിയാണ്, ഞാൻ ക്യാരറ്റ് റാണിയാണ്. കേൾക്കാത്ത ഒരു പേരുകളുമില്ല. ഞാൻ കേട്ട് ഞാൻ ഓക്കെയാണ്. ഇനി അവരെന്തും പറഞ്ഞു, പക്ഷേ എൻ്റെ മോളെ പറയരുത്. ഇങ്ങനൊരു അവസ്ഥയിലുള്ള കുഞ്ഞിനെ അയാളൊന്ന് വന്ന് ഒരു വട്ടം കണ്ടോ എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ദേവൂട്ടിൻ്റെ കൂടെ ഇടപഴകുന്ന എല്ലാവർക്കും അറിയാം അവൾ എങ്ങനെയാണ് എന്താണെന്നുള്ളത്. പക്ഷേ ഈ ഇത്രയും തോന്നിവാസം പറഞ്ഞു കൊണ്ടുവന്ന ആ സ്ത്രീക്കെതിരെ ഇവരെ കൂട്ടത്തോടെ നിൽക്കുന്ന ആളുകൾ ഈ ഒരാളാണ് ഇറക്കിയേക്കുന്നത്. എൻ്റെ മോളുടെ അപ്പൻ ജിനു ഗോപി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തെളിവ് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും വിചാരിക്കും കള്ളമാണ് ഞാൻ പറയുന്നതെന്ന്. ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഞാൻ ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസ് മീറ്റിംഗ്. അത് കഴിഞ്ഞതിന് ശേഷം അവർ കൊണ്ടുവന്നിട്ടതാണ്. അവിടുന്ന് അങ്ങനെ ഇവരെ അറിയാതെ ചെയ്താണെങ്കിൽ ഇങ്ങനെ ഇടാൻ പാടില്ലല്ലോ. എനിക്കെതിരെ സംസാരിക്കുന്നൊരു സ്ത്രീയാണത്, യൂട്യൂബർ. മുഖം കാണിക്കാതാണ് അവർ പറയുക. മനസ്സിലായി. ഇത് ജിനു ചേട്ടൻ ഇട്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റാണ്. നീ പോട്ടെ, താഴോട്ട് നിങ്ങൾക്ക് കാണാം ആരൊക്കെ ഞങ്ങൾക്കെതിരെ വന്നോ അവരുടെ ഒക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ടെന്ന് ആളുടെ ഇതിലിടുകയാണ് യൂട്യൂബിൽ. ശരിയാണ്. അയ്യോ നാട്ടുകാരെ ഓടി വരണേ, ഞങ്ങളെ തപ്പി ചേച്ചി വരുന്നുണ്ട്, കടുകിനുള്ളിൽ പോയി വിളിക്കുക, അങ്ങനെ ഒരുപാട്. ഇതെല്ലാം തനു ചേച്ചിയെ പറ്റിയിട്ട് ഓരോ യൂട്യൂബേഴ്സ് ഇട്ടിരിക്കുന്ന വീഡിയോസും അവരുടെ പോസ്റ്റുകളും ജിനുചേട്ടൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരിക്കുന്നതാണ്. ജിനു കോട്ടയം ആൻഡ് വീണമ്മ കുഞ്ഞിക്കിളി എന്ന് പറയുന്ന അക്കൗണ്ടിൽ യൂട്യൂബ് ചാനലിൽ ഇട്ടിരിക്കുന്നതാണ്. 6 ദിവസം മുന്നേ, പിന്നെ ഒരു ദിവസം മുന്നേ, അത് ഇന്നലെ ഇട്ടതായിരിക്കാം, അതെ, ഒരു ദിവസം മുന്നേ ഒക്കെ 1 day ago ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ജിനുചേട്ടൻ്റെയും കൂടെ മകളെ ഞാൻ സെക്സ് പരമായി യൂസ് ചെയ്യാന്ന് പറഞ്ഞ വീഡിയോസ് വരെ ഇതിലിട്ടിട്ടുണ്ട്, ഒന്ന് നോക്ക്. അപ്പം ഞാൻ അയാളല്ല ഇത് ചെയ്യിപ്പിക്കുന്നതെന്ന് ഞാൻ എന്താ പറയുക, നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്ന ഒന്ന് നോക്ക്. 1 മാസം മുന്നത്തെ ഇന്റർവ്യൂവിൽ ജിനുചേട്ടൻ പറയുന്ന കാര്യങ്ങൾ വരെ ജിനുചേട്ടൻ ഇന്നലെ വീണ്ടും എടുത്ത് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതല്ലേ? അല്ലെങ്കിൽ അയാൾ അറിയാതെ ഇത് താനേ വന്ന് അയാളുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കയറി കിടക്കുന്നതാണോ? കടൽപ്പാമ്പ് തിരിഞ്ഞു കൊത്തുമ്പോൾ, ചേച്ചിയാണോ അത്? എന്നെക്കുറിച്ചാണ് പറയുന്നത്. കടൽപ്പാമ്പ് തിരിഞ്ഞു കൊത്തുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ക്യാപ്ഷൻ കൊടുത്തും ഒരു പോസ്റ്റ് ഉണ്ട്. അതും ജിനുചേട്ടൻ ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരേ ദിവസം തന്നെ കുറേ വീഡിയോകളാണ് ജിനുചേട്ടൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അത് ജിനുചേട്ടനും വീണ ചേച്ചിയും കൂടെ ഒരുമിച്ചുള്ള അക്കൗണ്ടാണ്. സോ അവർ രണ്ടുപേരും അറിഞ്ഞിട്ടായിരിക്കും. അല്ലാതെ എനിക്കെതിരെ ചെയ്യുന്നവർക്കൊക്കെ വന്ന് ഇങ്ങനെ ഇടാൻ പറ്റുമോ? ഇവരുടെ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടോ? ഡയറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ ബാക്കിയുള്ളവർ ചേച്ചിയെ പറ്റി പറഞ്ഞു കേട്ടിരിക്കുന്ന വീഡിയോസും കാര്യങ്ങളും എല്ലാം ജിനുചേട്ടൻ സ്വന്തം അക്കൗണ്ടിൽ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം തീർച്ചയായിട്ടും ജിനുചേട്ടൻ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ്. അതിനകത്ത് മറ്റൊരർത്ഥം കാണാനില്ല. ചേച്ചി സ്വന്തം കുഞ്ഞിനെ DNA ടെസ്റ്റ് എടുക്കണം ഇല്ലെങ്കിൽ തള്ളിപ്പറയാൻ മാത്രം എന്തുകൊണ്ടായിരിക്കും ജിനുചേട്ടൻ അങ്ങനെ ചെയ്യുന്നതെന്ന് ചേച്ചി തോന്നുന്നത്? നിങ്ങൾക്ക് പൈസ ഭാവിയിൽ തരേണ്ടി വരും എന്ന് മേടിച്ചിട്ടായിരിക്കുമോ? എന്ത് കാരണം കൊണ്ടായിരിക്കും ജിനുചേട്ടൻ തള്ളി പറയുന്നത്? എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പൈസ എല്ലാം കൂടെ പുള്ളിക്ക് ഞങ്ങൾക്ക് തരാനുള്ള ഉദ്ദേശമില്ല. ഇതൊന്നും തരാതെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് DNA അങ്ങനെയുള്ള കുറേ ആൾക്കാരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ സ്വയം ഒഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ എനിക്ക് BP കൂടിയായി ഇത് വന്ന് എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ പുള്ളിക്ക് ഈസി അല്ലേ കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ. നിങ്ങൾ പിരിഞ്ഞ സമയത്ത് എപ്പോഴെങ്കിലും കുഞ്ഞിനെ പുള്ളിയിലൂടെ നിർത്തണമെന്ന് ആൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെ ഒരു ആഗ്രഹവും ഒരു ആഗ്രഹവും പുള്ളി ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഇപ്പം ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിട്ട് കുറച്ച് ലേഡീസുകളുണ്ടല്ലോ, ഇവരൊക്കെ ഇതുപോലെ എന്നെ വിശ്വസിച്ചിട്ട് ഞങ്ങൾ കൂടെ വന്ന് നിന്നിട്ട് പുള്ളിയെ ചീത്ത വിളിച്ച ആളുകളാണ് ഇത്. അത് ഷെമീറ എന്ന് പറയുന്ന പ്രിൻസി എന്നോട് പറഞ്ഞു തന്നോ, നീ വീഡിയോ ചെയ്യുമ്പോൾ
ശിവദാസിൻ്റെ ഭാര്യ വീണ എന്ന് പറഞ്ഞിട്ടേ നിൻ്റെ വീഡിയോയിൽ നീ പറയാവൂ. ജിനുവിൻ്റെ ഭാര്യ നീ പറ. ജിനുവിൻ്റെ ഭാര്യ നീയാണ്. ശിവദാസിൻ്റെ ഭാര്യ വീണ എന്ന് പറഞ്ഞിട്ട് മാത്രമേ നീ ലൈവിൽ അവളെ പേര് പറയാവൂ. എവിടെ അവളെ പേര് പറയാവൂ എന്ന് പറഞ്ഞു തന്ന ആളാണ് പ്രിൻസി എന്ന് പറയുന്ന സമീറ. ആ വ്യക്തിയാണ് ഇപ്പോൾ തിരിഞ്ഞ് ചോദിക്കുന്നത് നീ ഇന്നാളെ കൂടെ പോയല്ലേ, എന്നിട്ട് നീ പിന്നെയും ജിനുവിനെ തേടി വരുന്നു, നീ അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഫോട്ടോ ഇടുന്നു, നിനക്ക് എന്ത് അധികാരമുണ്ട്? ശരിക്കും ഇതൊരു ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഒരു ഒരുമിച്ച് ചെയ്തൊരു കാര്യമായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും ഇപ്പം ഈ ഒരു സംഭവമൊക്കെ വെച്ച് നോക്കുമ്പം ഇവർ കൂടി നിന്നിട്ടുള്ള ആലോചനയായിട്ട് എന്നെ വിശ്വസിപ്പിച്ചിട്ട് അയാളെ തെറിയും വിളിച്ച് ഇന്നെന്ന ആൾക്കാരെയും കുറ്റവും പറഞ്ഞ് എൻ്റെ കൂടെ വന്ന് നിന്നിട്ട് നേരെ തിരിഞ്ഞ്, അതായത് ഈ പറയുന്ന യൂട്യൂബേഴ്സും ജിനു ചേട്ടനും പ്രീ പ്ലാൻ ചെയ്ത് ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ചേച്ചിയുടെ ഒരു വിശ്വാസം കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ചേച്ചിയോടൊപ്പം നിൽക്കുകയും അതിനുശേഷം ചേച്ചി വിശ്വസിച്ചെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ചേച്ചിക്കെതിരെ തിരികെയും ചെയ്യുകയാണ്. നമ്മുടെ അടുത്ത് നിന്ന് എന്തൊക്കെയുണ്ട് കിട്ടാൻ അതെല്ലാം കിട്ടി കഴിഞ്ഞിട്ട് നേരെ അപ്പുറത്ത് പോയിട്ട് ഇത് ഇന്നെന്ന പോലെയാണെന്ന് പറഞ്ഞിട്ട് അവരെ ഭാഗം നിന്ന് ഞങ്ങൾ ചീത്ത വിളിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്ന് പറയുന്നത്. എന്നെ ആയിട്ടുള്ള സ്നേഹമുള്ള ആൾക്കാർ തെറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്പുറത്ത് പോവുമോ? മനസ്സിലായി. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ സംശയം നിൽക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ജിനു ചേട്ടൻ ഇത് ചെയ്യുന്നത് ഒരു പക്ഷേ ഭാവിയിൽ പൈസ തരാതിരിക്കാനോ ഇല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ഈ ഒരു വഴക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാവും നമുക്ക് വിചാരിക്കാം. പക്ഷേ യൂട്യൂബേഴ്സ് എന്ത് നേടാനാണ് ഈ പറയുന്ന പ്രിൻസി എന്ന് പറയുന്ന ഇവരും എല്ലാവരും എന്തിനു വേണ്ടിയാണ് ചേച്ചിയോട് ഇത് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജിനു ചേട്ടൻ്റെ കൂടെ നിൽക്കുന്നത്, ഇവരും ജിനു ചേട്ടനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതോ ഇതൊന്നും നമുക്ക് ഇതുവരെ പ്രൂവൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയിട്ടില്ല. അത് അവരല്ലേ പറയേണ്ടത്. ഇവർ ഇത്രയും നാളായിട്ട് ഈ ആൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ അവർ ചിന്തിക്കണം അത് അവർ ഫാമിലി പ്രശ്നം, നമ്മൾ അതിലേക്ക് ഇടപെടേണ്ട ആവശ്യം എന്ന് ചിന്തിക്കണ്ടേ?